നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഏരിയ റിവ്യൂ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു 2 പ്രമുഖ സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇത് കുറച്ചധികം സ്റ്റുഡൻസിന് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നേരത്തെ ഞാൻ ഇട്ട ടെസ്റ്റ് ഏരിയ റിവ്യൂവിൻ്റെ ഒരു ആൾക്കാർ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ മറ്റൊരു ഏരിയ ആളുകളുടെ ആവശ്യപ്രകാരം ഞാൻ ഇതിടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കിവിടെ നമ്മുടെ യാത്ര ആരംഭിക്കാം. നമ്മൾ ഇവിടെ റോഡ് വളരെ ശ്രദ്ധിക്കുക. പെഡസ്ട്രിയൻ നമ്മൾ ഒരു ഇതുമില്ലാതെ പെഡസ്ട്രിയൻ നമ്മളെ ക്രോസ് ചെയ്ത് പോകുന്നു. അവിടെ പെഡസ്ട്രിയൻ ക്രോസിങ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ പെഡസ്ട്രിയനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഹസാർഡ് ഇടുക, ബ്രേക്ക് ചെയ്ത് കൊടുക്കുക, പെഡസ്ട്രിയൻ പോകുന്നവരെ. അതിനുശേഷം നമ്മൾ പോകാവും. ഈ റോഡുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും സൈക്കിളിൻ്റെ ഒരു പടം വരച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സൈക്ലിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന റോഡാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പെഡസ്ട്രിയൻസ് ഉണ്ട്. റെസിഡൻഷ്യൽ ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സ്കൂൾ ബസ്സുകളുണ്ടാവും, പെഡസ്ട്രിയൻസ് ഒരുപാടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പെഡസ്ട്രിയനിൽ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് 2 സൈഡ് നല്ല രീതിയിൽ നോക്കണം. ആരെങ്കിലും എമർജൻസി ആയിട്ട് പെഡസ്ട്രിയൻസ് ഓടി വരുന്നോ അങ്ങനെ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എമർജൻസി ലൈറ്റ് ഇടണം, എന്നിട്ട് നിർത്തി കൊടുക്കണം. പെഡസ്ട്രിയന് വളരെ പ്രാധാന്യമാണ്. ഒരു കാരണവശാലും ഇവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു പെഡസ്ട്രിയൻ അല്ല, അവിടെ ഒരു ഹമ്പാണുള്ളത്. പക്ഷേ ആളുകൾ ആ ഹമ്പിലൂടെ ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഹസാർഡ് ലൈറ്റ് ഇട്ട് നമ്മൾ നിർത്തി കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ സ്പീഡാണ്. ഇത് കൂടുതലും സൈക്ലിസ്റ്റ് അതുപോലെ തന്നെ സ്കൂൾ ഏരിയ ആണ്. 40 കിലോമീറ്റർ സ്പീഡുള്ള ഏരിയ ഉണ്ട്, 30 കിലോമീറ്റർ സ്പീഡുള്ള ഏരിയ ഉണ്ട്. അപ്പം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളവിടെ നോക്കണം. ഇവിടെ റോഡിൽ നല്ല രീതിയിൽ എല്ലാ റോഡിലും സ്പീഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. റെഡ് പെയിൻറ്റ് കൊടുത്തിട്ട് അതിൽ നല്ല രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിലൊക്കെ ഉള്ള സ്പീഡ് നമ്മൾ നോക്കുക. ഇവിടെ നമുക്ക് നോക്കുക റൗണ്ട് അബൌട്ടാണ്. ഈ റൗണ്ട് അബൌട്ടിൻ്റെ പ്രത്യേകത രണ്ട് ലൈൻ മാത്രമുള്ള റൗണ്ട് അബൌട്ടാണ്. സ്ട്രെയിറ്റ്, റൈറ്റ്, ലെഫ്റ്റ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ട്രെയിറ്റ് ആണ്. നമ്മൾ സ്ട്രെയിറ്റ് അപ്പോൾ ഞാൻ റൈറ്റ് സൈഡ് ലൈൻ പിടിച്ചു. നമ്മൾ എപ്പോഴും റൗണ്ട് അബൌട്ടിൽ ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക, എന്നിട്ട് റൈറ്റ് തിരിയുന്ന സമയത്ത് നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പോവുക. അതാ ഇവിടെ നമുക്കറിയാം സ്പീഡ് കണ്ടോ, 30 കിലോമീറ്ററാണ് അവിടെ സ്പീഡ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ സ്പീഡിന് ഒരുപാട് നമ്മൾ ഓവറാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പെഡസ്ട്രിയൻസ് ഈ റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ ഈ സ്കൂൾ ഏരിയയിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പെഡസ്ട്രിയൻസ് വരും. അപ്പോൾ ആ പെഡസ്ട്രിയൻസ് എല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് പോവുക. നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുക. അതിന് നമ്മൾ പെഡസ്ട്രിയൻ എത്തുന്നതിന് മുന്നേ തന്നെ 2 സൈഡ് നല്ല രീതിയിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും ആൾക്കാർ പെഡസ്ട്രിയനിലോട്ട് വരാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കി നമുക്ക് അവർക്ക് വേണ്ടി നിർത്തി കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെഡസ്ട്രിയൻ പാസ് ചെയ്ത് പോകാനോ ഒക്കെ സാധിക്കും. കണ്ടോ എത്ര പെഡസ്ട്രിയനാണ്. നമ്മൾ ഒരു 100 മീറ്ററിൽ 2-3 പെഡസ്ട്രിയൻസൊക്കെയാണ് വരുന്നത്. അപ്പം ഈ കാര്യങ്ങൾ ഈ റോഡിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമുക്കിവിടെ റൈറ്റ് ടേൺ എടുക്കുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെയൊക്കെ ടേണാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു പെഡസ്ട്രിയൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് എടുത്ത് അങ്ങ് ചെന്ന് നമ്മൾ ആ പെഡസ്ട്രിയനിൽ സ്റ്റോപ്പ് ചെയ്യാതെ പോവുകയും അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ റൈറ്റ് ലെഫ്റ്റൊക്കെ തിരിയുന്ന സമയത്ത് നമ്മളുടെ വണ്ടിയുടെ ടയർ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ലൈനിൽ ടച്ച് ചെയ്യരുത്. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ വണ്ടി ലാൻഡ് ചെയ്യണം. 2 സൈഡിൽ ഒരേ സ്പേസ് ഇട്ട് വണ്ടി ലാൻഡ് ചെയ്യണം. ഇവിടെ ഒരുപാട് സ്കൂൾ ബസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂൾ ബസ്സുകളെയൊക്കെ ഓവർടേക്ക് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. ഓവർടേക്ക് ചെയ്ത് പോകാൻ പാടില്ല. സ്പീഡ് ലിമിറ്റ് ഉണ്ട്, 30 കിലോമീറ്ററാണ്, നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ പെഡസ്ട്രിയൻസ് ആണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പെഡസ്ട്രിയൻസിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഇനി ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ നമുക്കറിയാം ബ്ലാങ്ക് ആയിട്ടുള്ള പാർക്കിങ്ങുകളുണ്ട്. ആ പാർക്കിങ്ങുകളിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ടെസ്റ്റ് സമയത്ത് അവിടെ പാർക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ട്രെയിനിങ് സമയത്ത് ഇവിടെയൊക്കെ ആ പാർക്കിങ് ചെയ്ത് പരിശീലിക്കുന്നത് നല്ലതാണ്.
തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമ്മൾ നേരെ വന്ന് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെയിൻ റോഡാണ്. അപ്പോൾ മെയിൻ റോഡിൽ ഇറങ്ങുമ്പോൾ അവിടെ മെർജിങ് ഉണ്ട്. നമ്മൾ ഇവിടെ കണ്ടോ സ്റ്റോപ്പ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് നോക്കണം മെയിൻ റോഡിൽ. എന്നിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ മെർജിങ് വേയിൽ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് നല്ലപോലെ നോക്കി വേണം റോഡിലോട്ട് ഇറങ്ങാനായിട്ട്. റോഡിൽ ഇറങ്ങിയാൽ ചിലപ്പോൾ ഇവിടെ നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യിപ്പിക്കുക. ഇവിടെ നമ്മൾ റൈറ്റിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ റൈറ്റിലോട്ട് എടുക്കണം. അതേ ലൈനിൽ നിന്ന് തന്നെ നമുക്ക് റൈറ്റ് ലൈൻ കീപ്പ് ചെയ്തിട്ട് റൈറ്റിൽ ഫ്രീ ബെൻഡ് ആയിരുന്നു, റൈറ്റ് തിരിഞ്ഞ് നമുക്ക് പോകാനായിട്ട് പോവാം. ഇനി റൈറ്റ് തിരിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ റോഡിൽ നമുക്കറിയാം മെർജിങ് ഉണ്ടാവും. അപ്പോൾ ആ മെർജിങ് സമയത്തും നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവിടെ സ്പീഡ് 40 കിലോമീറ്ററിൻ്റെ സ്പീഡാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം റോഡ് മാർക്കിങ്സും അതുപോലെ തന്നെ റോഡിൽ കൊടുത്തിരിക്കുന്ന സൈൻ ബോർഡുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ട്രെയിനിങ് സമയത്ത് വാച്ച് ചെയ്ത് വയ്ക്കണം. എന്നാലേ നമുക്ക് ടെസ്റ്റിൻ്റെ സമയത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു റോഡിനെ സംബന്ധിച്ചെന്ന് പറയുന്നത് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യത്തിന് മാത്രമേ നമ്മൾ മെയിൻ റോഡിൽ ഇറക്കത്തുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ ഈ റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ സ്പീഡ് കൂടിയ ആ ഒരു ഏരിയയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും മറ്റൊരു റൗണ്ട് അബൌട്ടാണ് ഞാൻ കാണിക്കുന്നത്. റൗണ്ട് അബൌട്ടിൻ്റെ സിമ്പൽ വന്നു. ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിയുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡ് ലൈൻ നിന്നു. ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞാൻ ലെഫ്റ്റിലോട്ട് തിരിയുകയാണ്. ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പം റൗണ്ട് അബൌട്ടിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. റൗണ്ട് അബൌട്ടിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക. ഏത് ലൈനാണോ നമ്മൾ കീപ്പ് ചെയ്യുന്നത് അതേ ലൈനിൽ തന്നെ നമ്മൾ റോഡിൽ ഇറങ്ങാനും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ യു ടേൺ. അപ്പം ഇവിടെ നമ്മൾ ഒരു യു ടേൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. യു ടേൺ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ ഈ റോഡിൽ ഇപ്പോൾ റൗണ്ട് അബൌട്ടിൽ നിന്ന് നമ്മൾ വന്ന സ്ഥിതിക്ക് നമുക്കിവിടെ ഒരു യു ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ യു ടേൺ എന്ന് പറയുന്നത് നമ്മൾ സിഗ്നലിൽ നിന്നാണ് യു ടേൺ വരുന്നത് ഇവിടെ. അപ്പം ആ സിഗ്നലിൽ നിന്ന് യു ടേൺ എടുക്കാനായിട്ട് വരുന്നത്. യു ടേൺ എടുക്കുമ്പോൾ നമ്മൾ യു ടേൺ എടുത്ത് റൈറ്റ് മോസ്റ്റ് ലൈനിൽ തന്നെ ലാൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ആ ലൈൻ മെർജിങ് ലൈൻ ആണെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ശ്രദ്ധിച്ച് ലെഫ്റ്റിലോട്ട് മെർജ് ചെയ്യണം. മെർജ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് നല്ല രീതിയിൽ നോക്കി വണ്ടിയുടെ ഫ്ലോ നോക്കിയതിന് ശേഷം വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ആ ഒരു ലൈനിൽ നമ്മൾ മെർജ് ചെയ്യാൻ നോക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രാഫിക് ഉള്ളത് കൊണ്ട് ആ ട്രാഫിക് നോക്കി സ്റ്റോപ്പ് ലൈനിൽ നിന്നിട്ട് ട്രാഫിക് കുറഞ്ഞപ്പോഴാണ് നമ്മൾ ആ ഒരു റൈറ്റിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ ഇതൊക്കെ ഉണ്ടോ, നമ്മൾ ഇവിടെ നിന്നൊരു ഫ്രീ ബെൻഡ് എടുത്തു, നമ്മൾ റൈറ്റിലോട്ട് ഇറങ്ങി. ഇനി ഒരു മെയിൻ റോഡിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ മെയിൻ റോഡിലായിരിക്കും നമ്മളെ അവർ ലൈൻ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, നമ്മൾ റൈറ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചിലപ്പോൾ ലൈൻ ചേഞ്ച് പറയും. ലൈൻ ചേഞ്ച് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ലൈൻ എടുക്കുക, ഇൻഡിക്കേറ്റർ കൊടുക്കുക, മിറർ ഷോൾഡർ ചെക്കെല്ലാം ചെയ്യുക. എന്നിട്ട് നമ്മൾ ലെഫ്റ്റിലിട്ട് നമ്മൾ ലെഫ്റ്റ് ലൈനിലോട്ട് ഇറങ്ങുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് രണ്ട് രീതിയിലാണ് പറയാൻ സാധ്യതയുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഓവർടേക്ക് എന്ന് പറയും. ഓവർടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലൂടെ ലൈൻ ചേഞ്ച് ചെയ്ത് ആ വണ്ടിക്ക് മുന്നിൽ കയറിയിട്ട് നമ്മൾ റൈറ്റിലേക്ക് ഇറങ്ങണം. അതാണ് അവർ ഓവർടേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലൈൻ ചേഞ്ച് മാത്രം പറഞ്ഞാൽ നമ്മൾ ഒരു ലൈനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ലൈൻ മാറുക, വീണ്ടും ലൈൻ ചേഞ്ച് പറയുമ്പോൾ നമ്മൾ റൈറ്റിലോട്ട് മാറുക. അപ്പോൾ ആ ഒരു ഈ ഏരിയയിലായിരിക്കും മിക്കവാറും ലൈൻ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആ ലൈൻ ചേഞ്ച് ചെയ്യുന്ന ആ റൂൾസ് അനുസരിച്ച് ഇവിടെ ഞാൻ ഇവിടുന്ന് റൈറ്റ് എടുക്കുകയാണ്. കണ്ട, ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുന്നു. റൈറ്റ് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പെഡസ്ട്രിയൻ. കണ്ടോ, പെഡസ്ട്രിയൻ വളരെ പ്രാധാന്യമാണ്. പെഡസ്ട്രിയൻ ഒരുപാട് ദൂരെ നിന്ന് വരുന്നെങ്കിൽ നമ്മൾ റോഡ് നല്ലപോലെ സ്കാൻ ചെയ്ത്, അതുപോലെ ഇവിടെ സ്റ്റോപ്പ് ബോർഡുണ്ട്. നമ്മൾ വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് പോകാനായിട്ട് പോകരുത്. നമ്മൾ സ്റ്റോപ്പ് ബോർഡിൽ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒന്ന് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഒന്ന് സ്കാൻ ചെയ്തിട്ടേ പോകാവൂ. അതുപോലെ റോഡിൻ്റെ സ്പീഡ് മെയിനാണ്. ഈ ടെസ്റ്റ് ഏരിയയിൽ നമുക്ക് വളരെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോഡ് സ്പീഡ് തന്നെയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ കാത്തിരിക്കുക.